എടാ ഞാൻ ഒരു വിമർശനം രേഖപ്പെടുത്തി ഒരു സ്ത്രീയെക്കുറിച്ച്. ഒരുപാട് നാളുകളായി ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ വെറുപ്പും അമർഷവും ഒക്കെ ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ അതിലോട്ട് വലിച്ചിഴയ്ക്കുന്ന ചില ഘടകങ്ങളുണ്ടാകും. നമ്മളതിൽ നിന്ന് മാറണമെന്ന് വിചാരിച്ചാലും അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ അത് സാധിക്കാതെ വരുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ടാകും. അപ്പോൾ അതുപോലെ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഞാൻ യൂട്യൂബ് മീഡിയയിൽ ആയിപ്പോയത് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു ഫാമിലി വ്ളോഗറോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളോ ഒന്നുമല്ല. യാദർച്ഛികമായി ഞാൻ വന്നു, അതിനെക്കുറിച്ച് ചില കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് ഒരു വ്യക്തിയോട് ഭയങ്കരമായ ദേഷ്യവും അമർഷവും ഒക്കെ തോന്നിയിട്ടുണ്ട്, ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മ എന്ന് പറയുന്ന സ്ത്രീയോട്. കാരണം ഇവർ എന്നെ വിമർശിക്കാൻ എടുക്കുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് അവരുടെ കള്ളത്തരങ്ങൾ പൊളിക്കുന്നു എന്ന ഒറ്റ കാരണമാണ്. അല്ലാതെ അവരുടെ ബന്ധങ്ങളെയോ അവരുടെ സൗഹൃദങ്ങളെയോ അവരുടെ മക്കളെയോ ഒന്നും തന്നെ ഞാൻ യാതൊന്നും തന്നെ പറയാറില്ല. എന്നാലും ഇവരുടെ കളവുകൾ പൊളിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരുപാട് എൻ്റെ ബന്ധുമിത്രാദികൾ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയാണ് ഇവരുടെ ഇനിയുമുള്ള ഒരുപാട് കള്ളത്തരങ്ങളെക്കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വരുന്നതാണ്. വേറൊരു വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരോട് എനിക്ക് ഒരുപാട് അമർഷവും ദേഷ്യവും തോന്നിയിട്ട് പോലും ഇവരെ കുറിച്ച് ഇല്ലാത്ത ഒരു കഥ ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് കമൻ്റ് ഇടുന്നുണ്ട്. ഈ കമൻ്റ് ഇടുന്നവർ ചെയ്യുന്ന അതേ കാര്യമാണ് ഞാൻ വീഡിയോകളിലൂടെ പറയുന്നത്. എൻ്റെ മുഖം കാണിച്ചുകൊണ്ട് എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. അതേപോലെ എൻ്റെ വീഡിയോയ്ക്ക് താഴെയും അവരുടെയൊക്കെ വീഡിയോകൾക്ക് താഴെയും ജനങ്ങൾ കമൻ്റ് ഇടുന്നതും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ട് തന്നെയാണ്. പക്ഷേ ഒരു വ്യക്തി ഐസ മരിയ, ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില വീഡിയോകൾ ഇടുന്നു, അതിനെ തളർത്തുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഇടുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഐസ മരിയ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ കൂടി ഒരു വ്യക്തി ചില കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത് കൊണ്ടാണ്. അതായത് ആദ്യം അവരിട്ടേക്കുന്ന ഒരു കമൻ്റ് എന്ന് പറയുന്നത്, അവരുടെ അല്ലാത്ത കണ്ടൻറ്റ് ആണ് ഉള്ളത്, അവർ നല്ലതാണെന്നല്ല, അവരുടെ കള്ളത്തരങ്ങൾ മുമ്പേ അറിയാമായിരുന്നു, നിങ്ങൾക്ക് അവർ മാത്രമേ ഉള്ളൂ കുറ്റം പറയുന്നത്, അല്ല നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പറയുകയാണ്, സ്വന്തം കണ്ടൻറ്റ് കൊണ്ടുവരൂ, അവർ ഉള്ളത് കൊണ്ടാണ് 5Kയിലുള്ള നിങ്ങൾ 30K ആയത്, അവരുമായി സ്നേഹത്തിൽ ആയപ്പോൾ നിങ്ങൾക്ക് റീച്ചില്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും റീച്ചായി, അല്ലെന്ന് നിങ്ങൾ പറയരുത്. ഇതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, ഈ ഒരു കമൻറ്റിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അവർ നോർമലായിട്ട് ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. അതിന് ഞാൻ ഒരു തിരിച്ചവർക്കൊരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ ഒരുപാട് അങ്ങ് സ്നേഹിച്ചു കൊല്ലല്ല മുത്തേ, ഇനിയും ഞാൻ അവളുടെ കളവുകൾക്ക് മീതെ പറക്കും, കഴിയുമെങ്കിൽ നിങ്ങൾ എന്നെ തടയൂ, പിന്നെ 5-ൽ നിന്നും 50-ലേക്ക് ഞാനും പോകും, അത് എൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ്, കൊടും ക്രിമിനലിനെ തെരുവിൽ വലിച്ചിട്ട കഴിവ് കൊണ്ട്. എക്സാക്ട് ഞാൻ അത് തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പോൾ 3K ഉള്ള ഒരു സമയത്താണ് ഞാൻ ഈ വ്യക്തിയെ വിമർശിച്ചു തുടങ്ങിയത്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് പിന്നീട് ഒരു റിക്കവർ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. എന്തായാലും ആ കഴിവ് ആ ഒരു 3Kയിൽ നിന്ന് ഞാൻ ഈ 30K വരെ എത്തിയത് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് സംസാരിച്ച് അതിലൂടെ ഒരു വ്യക്തമായ ഒരു കള്ളത്തിയുടെ കളവുകൾ തെളിയിച്ചു കൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഇന്ന് വരെ ഒരു കളവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഓക്കെ, ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് ആ കളവുകൾ ജനങ്ങൾക്ക് മുന്നിൽ ഒരുപാട് റിസ്ക് എടുത്തിട്ട് തന്നെയാണ്, ഒരുപാട് റിസ്ക് എടുത്തിട്ട് എൻ്റെ അഭിമാനത്തിന് പോലും കോട്ടം തട്ടുന്ന തരത്തിൽ എനിക്ക് അവിഹിതമുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ആ സ്ത്രീ. എൻ്റെ കുടുംബ ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ, എൻ്റെ സുഹൃത്തുക്കളുടെ കുടുംബങ്ങളെ ബാധിക്കുന്ന തരത്തിൽ, എൻ്റെ സൗഹൃദങ്ങളെ ബാധിക്കുന്ന തരത്തിൽ, എൻ്റെ മക്കളെ ബാധിക്കുന്ന തരത്തിൽ ഒക്കെ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടും ഞാൻ മനഃപൂർവ്വം ഇവരെ
ഇവരാരെയൊക്കെ പറ്റിക്കുന്നുണ്ടോ അവരെക്കുറിച്ച് സംസാരിക്കാൻ റെഡിയായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോകൾ ചെയ്യുന്നത്. അതെൻ്റെ കഴിവാണ്, അതെൻ്റെ ത്യാഗമാണ്. എന്നെ ഇത്രയധികം മാനസികമായി പീഡിപ്പിച്ചിട്ടും ഞാൻ ഈ വ്യക്തിയെക്കുറിച്ചുള്ള കള്ളങ്ങൾ നേരോടെ നിർഭയം പറയാൻ ധൈര്യം കാണിച്ചിട്ട് എൻ്റെ ധൈര്യത്തിന് കിട്ടിയ അംഗീകാരമാണോ? അതിന് താൻ അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇതിൻ്റെ താഴെ വന്ന് ഈ പുള്ളിക്കാരത്തി വീണ്ടും ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നു. രണ്ടുപേരും കണക്കാണ്, രണ്ടുപേരും യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി ചന്ത സ്ത്രീകളെ പോലെ തല്ലുകൂടുന്നു. പിന്നെന്താണ്, ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് ഇങ്ങനെ അവരുടെ പിറകെ നടക്കുന്നത് അവസാനം ഒരു ആപത്തിൽ ഇത് അവസാനിക്കും. അപ്പോൾ ചാനലും വീരവാദവും ഒക്കെ കാണാം. സത്യം കണ്ടുപിടിക്കാൻ CBI. അതായത് ഒരുപാട് തരത്തിൽ എന്നെ മാനസികമായിട്ട് ഇവർ തകർക്കാൻ വേണ്ടിയിട്ട് കമൻറ്റുകളിലൂടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതായത് മതപരമായി പറഞ്ഞും എൻ്റെ ധൈര്യത്തിനെ പറഞ്ഞും അല്ലെങ്കിൽ നാളെ നിനക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കമൻ്റായിട്ടേ ഇതും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ വീണ്ടും ഒരു മറുപടി ഇട്ടത് ചന്തപ്പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നത്, അതായത് ചന്തപ്പെണ്ണുങ്ങളാണ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ചന്തപ്പെണ്ണുങ്ങൾ പറയുന്നത് കേൾക്കാൻ നടക്കുന്ന നിങ്ങളെയൊക്കെ എന്ത് പറയാനാണ്, എന്താണ് പറയേണ്ടത്? അപ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ തയ്യാറായത്. അതായത് പച്ചയിറച്ചി തിന്ന് ജീവിക്കുന്ന കുറേ എണ്ണം, രണ്ടും സംസ്കാരമില്ലാത്ത ഇനങ്ങൾ. ആ കൊച്ച് കരയുകയാണ്, അതുപോലും ശ്രദ്ധിക്കാതെ എന്ത് ധൃതിയിൽ കുറ്റം പറയുന്നു. അയാളുടെ ഭാര്യ ഇതുവരെ പൊതുസമൂഹത്തിൽ വന്നിട്ടില്ല. നിങ്ങളാണല്ലോ സഹിക്കാതെ വയ്യാതെ തിരക്കുന്നത്. എൻ്റെ പൊന്നു മോളെ, അയാളുടെ ഭാര്യ പൊതുസമൂഹത്തിൽ വന്നതാണ്. ഈ ഒരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് ഭീഷണികൾ നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഭയങ്കര തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ എനിക്ക് പോലും ഇവരുടെ ഭീഷണികൾ താങ്ങാൻ കഴിഞ്ഞതല്ല. ആ സ്ത്രീയും, അതായത് ഇയാളുടെ വൈഫെന്ന് പറയുന്ന ആ പുള്ളിക്കാരത്തി എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്. വളരെ വേദനാജനകമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ത്രീ ഇരിക്കുന്ന കട്ടിൽ എൻ്റേതാണ് എന്ന് ആ സ്ത്രീ ഒരു ലൈവിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആ സ്ത്രീ പെട്ടെന്ന് സൈലൻ്റ് ആയി എങ്കിൽ ആ സ്ത്രീ വ്യക്തമായ ഭീഷണിക്ക് ഇരയായി എന്നുള്ളത് തന്നെയാണ്. ഇതുപോലെ ഇവരുടെ രണ്ടാമത്തെ ഒരു ഭർത്താവും രംഗത്ത് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അവരുടെ വീഡിയോകൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വ്യക്തമായി രംഗത്ത് വന്ന ആൾ പെട്ടെന്ന് തന്നെ സൈലൻ്റ് ആയെങ്കിൽ അതിന് വ്യക്തമായ ഒരു ഭീഷണി അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്നവരെ പോലും ആക്രമിച്ച ഈ വൃത്തികെട്ട സ്ത്രീയെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, 9 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആക്രമണമാണ്, എൻ്റെ നേരെയുള്ള വ്യക്തമായ ആക്രമണമാണ്. ഇനി ഇതിലൊക്കെയും ഭയങ്കര ഭയാനകമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ വാ അടപ്പിക്കുക എന്ന ലക്ഷ്യം കൊണ്ട് മാത്രം എൻ്റെ മാതൃത്വത്തെയും എൻ്റെ സ്ത്രീത്വത്തെയും അപമാനിച്ചിട്ടുണ്ട് ഈ സ്ത്രീ. എന്നിട്ട് പോലും പിന്നോട്ട് മാറാതെ ഞാൻ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ വ്യക്തമായ ഒരു കാര്യം എനിക്ക് ഈ ലോകത്തോട് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ എൻ്റെ കുഞ്ഞ് കരയുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ ഈ സ്ത്രീ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞ് കരയുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് ഒറ്റയ്ക്കുള്ള ഒരു കുഞ്ഞല്ല. എൻ്റെ 5 മക്കൾ, അതിൽ എൻ്റെ 3 മക്കളെന്ന് പറയുന്നത് വളരെ വലിയ കുട്ടികളാണ്. 17 വയസ്സും 15 വയസ്സും 13 വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എൻ്റെ മോൻ, ഞാൻ അവനെ നോക്കിയതിനേക്കാൾ കൂടുതൽ എൻ്റെ ആ 3 മക്കളും അവനെ നോക്കാറുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ മോൻ കരയുന്നത്. ഒരു ബലൂണ് കണ്ടിട്ട് കരഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അത് എന്തിനാണ് കരഞ്ഞത് എന്നുള്ളത് എനിക്കേ അറിയാവൂ. ഞാൻ എടുക്കാത്തത് കൊണ്ടോ ഞാൻ ഫോണിൽ സംസാരിച്ചത് കൊണ്ടോ അല്ല എന്നുള്ളത് എനിക്കേ അറിയാവൂ. ഇനി അഥവാ അവൻ കരഞ്ഞാലും ഒരു 5 മിനിറ്റ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള കാര്യം സംസാരിച്ചതിന് ശേഷം ഞാൻ അവനെ എടുക്കും. അവനെ എടുത്ത് എൻ്റെ മടിയിൽ കയറ്റി ഞാൻ ഉറക്കും. എൻ്റെ മകനെ എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലും ചെന്ന് എനിക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, എൻ്റെ മക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ കാമുകന്മാർക്ക് ചോറും കറിയും വെച്ച് കൊടുക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ഉമ്മയാണ് ഞാൻ. ഇനി ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈ പുള്ളിക്കാരത്തി അടുത്ത് പറയുന്നത്, കിട്ടുന്ന വരുമാനവുമായി സന്തോഷത്തോടെ പോകാതെ എന്തായാലും അവരുടെ ഉമ്മയേക്കാൾ കരുതൽ നിങ്ങൾക്കുണ്ട്. അവരുടെ കാര്യത്തിൽ അതാണല്ലോ അവരുടെ കാര്യം അന്വേഷിച്ച് നടക്കുന്നത്. നിങ്ങൾക്ക് മക്കളില്ലേ? വയ്യാത്ത ഭർത്താവിനെ നിങ്ങൾ നോക്കുന്ന കൂലി പോലും
നിങ്ങൾക്ക് കിട്ടാതെ പോകും. ഇത് ഭയങ്കര ദ്രോഹം. പടച്ചവൻ ഒരു വഴി തന്നപ്പോൾ അത് മറന്ന് പ്രവർത്തിക്കുന്നു. ഇവിടെയാണ് എനിക്ക് എൻ്റെ പൊന്നു സഹോദരി, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് അതെൻ്റെ ജീവൻ്റെ പകുതിയാണ്. ഞാൻ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നത് എനിക്ക് ഒരിടത്ത് നിന്നും കൂലി കിട്ടാൻ വേണ്ടിയിട്ടല്ല. പടച്ച റബ്ബിൽ നിന്ന് പോലും എനിക്ക് ഒരു കൂലിയും എനിക്ക് കിട്ടണ്ട. കാരണം അതെൻ്റെ ജീവൻ്റെ പകുതിയാണ്. അദ്ദേഹത്തെ ശുശ്രൂഷിക്കുക എന്നുള്ളത് അത് എൻ്റെ കടമയും കർത്തവ്യവുമാണ്. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. ഒരിടത്ത് നിന്നും കൂലി പ്രതീക്ഷിച്ചു കൊണ്ടല്ല ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. നീ എന്താണ് കരുതിക്കൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതെന്ന്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഒരു പുള്ളിക്കാരി ഇവരുടെ ഫേക്ക് ഐഡിയ ആണ്. അതായത് ഏത് രീതിയിലും അവരെന്നെ തകർക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടും എൻ്റെ വാ അടയാത്തത് കൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞാലെങ്കിലും എൻ്റെ വാ അടയ്ക്കാമെന്നാണെങ്കിൽ, മോളെ, ഈ സ്ത്രീയുടെ പിന്നാലെ ഞാൻ നടക്കുന്നത് വ്യക്തമായ മറ്റൊരു കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ തെളിയിക്കും. ഇത്രയും കാര്യങ്ങൾ ഞാൻ തന്നെയാണ് തെളിയിച്ചത്. അത് അവരിലൂടെ തന്നെ. ഇനിയും അവരിലൂടെ എനിക്ക് തെളിയിക്കാനുള്ള മറ്റൊരു വലിയ കാര്യമുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ഈ ചെറിയ അബോട്ടിൻ്റെ കാര്യമോ എന്തോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇല്ല, അതിലും വലിയ ഒരു ഗുരുതരമായ ഒരു കാര്യവും കാരണവും ഇതിൻ്റെ പിന്നിലുണ്ട്. അതെനിക്ക് അവരുടെ വായിലൂടെ തന്നെ ഈ ജനങ്ങളെ അറിയിക്കണം. ഇനി ഈ ഐസ എന്ന് പറയുന്ന സ്ത്രീ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ അമ്മയെ അവർ തെറി വിളിച്ചത് കൊണ്ടാണ് ഈ സ്ത്രീ പിന്നീട് ചെയ്തിട്ടുള്ള കളവുകളെല്ലാം എനിക്ക് തെളിയിക്കേണ്ടതായിട്ട് വന്നത്. ഇത് മാത്രമല്ല, ഞാൻ കാരണം എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്ന ആളുകൾ, എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ ഭർത്താവ്, ഇവരൊക്കെ ചെറുതായെങ്കിലുമൊക്കെ വേദനിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു ഫലം ഞാൻ തന്നെ അവർക്ക് കൊടുക്കും. അപ്പം അതിൽ ഈ പുള്ളിക്കാരത്തി ഇവിടെ താഴെ പറഞ്ഞേക്കുന്ന, നിങ്ങൾ കാരണമല്ലേ നിങ്ങളുടെ സാധുവായ അമ്മ ആ സ്ത്രീയുടെ മോശം വാക്ക് കേൾക്കേണ്ടി വന്നത്. അമ്മയെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. മക്കൾ കാരണമാണ് ഒന്നും അറിയാത്ത മാതാപിതാക്കൾ പോലും ക്രൂശിക്കപ്പെടുന്നത്. ഇവിടെ ഈ പുള്ളിക്കാരത്തി പറയുന്ന എൻ്റെ അമ്മ ഈ വൃത്തികെട്ട സ്ത്രീയുടെ വാഗുണ്ട്, പിന്നെ എൻ്റെ അമ്മ വേശ്യയാണ് എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അതിനും വേണ്ടിയിട്ടുള്ള ഒരു തെറ്റ്, എൻ്റെ അമ്മയെ പറയാനും വേണ്ടിയിട്ടുള്ള ഒരു തെറ്റും ഞാൻ ആ സ്ത്രീയെ പറഞ്ഞിട്ടില്ല. അവർ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരാളെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വീട്ടുകാരെയൊക്കെ പറയുന്ന ഒരു സ്ത്രീ, അവർ ഒരു ഭയങ്കര വിശ്വാസിയാണ് എന്ന് ഒരു വിഭാഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് നടന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ വിശ്വാസം സത്യമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഞാൻ സംസാരിച്ചത്. അതിൻ്റെ പേരിലാണ് എൻ്റെ അമ്മയെ അവർ വേശ്യ എന്ന് വിളിക്കുന്നത് വരെ ഈ സ്ത്രീയെ ഞാനും അങ്ങനെ വിളിച്ചിട്ടില്ല. ഇനി ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടായെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകളുണ്ട് സഹോദരി. ആ സ്ത്രീ അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് എന്ന് ഞാൻ പല സ്ഥലത്തും തെളിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്നെ പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. പൊന്നുമോള് ഇവിടെ വന്ന് ഇത്രയധികം കമൻറ്റുകൾ ഇട്ട നിങ്ങളെ ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാത്ത എന്നെ പോലും ഇത്രയധികം വിമർശിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് എങ്കിൽ ഒരു പൊതുജനത്തെ, പൊതുസമൂഹത്തെ, ഒരു വിശ്വാസ സമൂഹത്തെ വരെ പറ്റിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ തനിക്കുള്ള അതേ അധികാരം എനിക്കുമുണ്ടോ? എനിക്കുമുണ്ട്. ഇനിയും ഞാൻ സംസാരിക്കും. നിനക്ക് ഇത്രയൊന്നും പോരാ. എന്നെ തളർത്തണമെങ്കിൽ, എൻ്റെ വാ അടയ്ക്കണമെങ്കിൽ ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ. ഇനി ഇതിൻ്റെ അപ്പുറം പറഞ്ഞാലും എൻ്റെ അമ്മയെ പറഞ്ഞതിനേക്കാൾ വലുതൊന്നുമല്ല. ഇനി എൻ്റെ അമ്മയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് പകരം ചോദിക്കാനുള്ള ഒരു കെൽപ്പും ധൈര്യവും തൻ്റെ ഇടവുമൊക്കെ എനിക്കുണ്ട്. ഞാനത് ചോദിക്കുകയും ചെയ്യും. പൊന്നുമോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. പിന്നെ വിശ്വാസവും പിന്നെ പൊതുജനത്തോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെയൊന്നും കുറിച്ച്
എന്നോടാരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. എനിക്കൊരു സ്വഭാവമുണ്ട്. എന്നോട് ഒരാൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിയിലായിരിക്കും ഞാനും തിരിച്ച് പെരുമാറുന്നത്. നീ ഇത്രയധികം കാര്യങ്ങൾ എന്നെ പറയുമ്പോൾ നീ എന്നെ വിമർശിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ നിൻ്റെ ഉമ്മനെ വ്യഭിചാരി എന്ന് വിളിച്ചാൽ അത് ശരിയാണോ മോളെ? അത് ശരിയാണോ? ഉമ്മമാരെ ഒന്നും അനാവശ്യമായിട്ട് പിടിച്ച് വലിച്ച് അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇടേണ്ടുന്ന കാര്യമില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് കളവില്ല എന്നുള്ളത് തെളിയിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് മുഴുവൻ ചെയ്തിട്ടുള്ളത്. ഇനി ആ സ്ത്രീ എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ അമ്മയെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയുമൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റെങ്കിലും സത്യമാണ് എന്ന് ആ സ്ത്രീ ഒന്ന് തെളിയിച്ച് കാണിക്കട്ടെ. അന്ന് ഞാനിത് നിർത്തും. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നുപോലും കളവില്ല എന്ന് എനിക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവരെൻ്റെ നേരെ ചൂണ്ടിയ വിരലിൽ ഒരെണ്ണമെങ്കിലും തെളിയിക്കാൻ ആ സ്ത്രീക്ക് കഴിയുമെങ്കിൽ ഓക്കെ, ഞാനിതിവിടെ വെച്ച് നിർത്താം. പിന്നെ ഇനിയും പൊന്നു മോൾ ഇതുപോലത്തെ കമൻറ്റും ഇട്ടുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഹൈഡൊന്നും ചെയ്യൂല. നീ പറയുന്ന അതേ നാണയത്തിൽ ഞാൻ തിരിച്ചടിക്കും. കാരണം നിൻ്റെ അത്ര വിശ്വാസം എനിക്കില്ല മോളെ. അതാണ് കാരണം.